തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചും വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയും വാണിജ്യം, വ്യവസായം, കൃഷി, കുഴത്തൊഴിലുകൾ എന്നിവ യിലുള്ള മികച്ച വനിതാ സംരംഭകരെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഈ പരിപാടി ശിവശങ്കർ ആണ് ഇവിടെ സംരംഭകരെ ആദരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഡയറക്ടറും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയും കൂടിയാണ് ഡോക്ടർ മിനിമോണി. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. മാർക്കറ്റിലും നൃത്ത അധ്യാപികയായും ഇവർ കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ്. അവരെയും കൂടി ഈ ഒരു പരിപാടിയിലേക്ക് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിക്കുന്നവർ, മാധ്യമ പ്രവർത്തകർ, എല്ലാവരെയും സഹപ്രവർത്തകർ എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയിൽ അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ആ മഹത് വ്യക്തിത്വത്തെ പരിചയപ്പെടുത്താനും അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവർക്കും അവരെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കാനുമുള്ള ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പറയാം. ഏകദേശം 300 വർഷം ജന്മവാർഷികമാണ്, 300ാം ജന്മവാർഷികമാണ് നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഒരുപക്ഷെ നമ്മളിൽ പലരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമുക്ക് ഇവരെ പറ്റി അറിയാതെ പോയിട്ടുണ്ട്. അതിനുള്ള ഒരു സുഹൃതം നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ കൈവന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളിൽ പലരും ഈ മഹത് വ്യക്തിത്വം ആരാണെന്ന് പോലും അറിയാത്ത ഈ ഒരു അവസ്ഥയിൽ കൂടുതൽ ഇതിന്റെ പ്രചരണം നടക്കുകയാണ്. കാരണം അത് പല കാര്യങ്ങളിലും അവരുടെ പ്രഭാവം തെളിയിച്ചിട്ടുള്ള പല സംഗതികളും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ട് പോലും അത് അറിയാതെ പോയി എന്നുള്ളത് ഇപ്പോഴും നമ്മൾ അവരെ പറ്റി മനസ്സിലാക്കുമ്പോഴാണ്, ആ ഒരു കാര്യം നമ്മൾ അറിയുന്നത് അവരെ പറ്റി മനസ്സിലാക്കുമ്പോഴാണ്. സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. വ്യക്തിഗതമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിച്ച് വിധവകളായിട്ടുള്ള സ്ത്രീകൾ കാലത്ത് എത്രയധികം നമ്മുടെ അമ്മമാർ, സഹോദരിമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തി എന്നുള്ളത് വളരെ നമുക്കെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ വളരെ നിഷ്കർഷയോടും നിശ്ചയദാർഢ്യത്തോടും കൂടി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനും ഇതിനൊക്കെ ഒരു നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി നവ്യ ഹരിദാസനുമൊക്കെ ഞാൻ എൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അഭിവാദ്യം ആദ്യമായി അർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ മൺമറഞ്ഞു പോയ വളരെ ചരിത്ര മൂല്യമുള്ള സംഭവങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിന് വീണ്ടും മുന്നോട്ട് പോകുവാനുള്ള കരുത്തും വെളിച്ചവും പകർന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള പരിപാടികൾക്ക് നമ്മുടെ സംഘടന രൂപം കൊടുത്തിട്ടുള്ളത്.